ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിയാണെങ്കിൽ അനാമികയ്ക്കും വേണുവിനും പുതിയ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോഴാണെങ്കിൽ അനന്തപുരി ചെന്നൊന്ന് കയ്യോ കാലോ പിടിച്ചാൽ ചിലപ്പോൾ വല്ലതൊക്കെ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ഷമിച്ചകത്തേക്ക് കയറ്റി വിടാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാനും അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നില്ല എന്ന് വേണു പറയുക. അപ്പം നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ അങ്കിളെ എന്നൊക്കെ വേണുവിനോട് പറഞ്ഞു കൊടുക്കുക. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞൊന്ന് കാല് പിടിച്ച് നോക്കുക. ചിലപ്പോൾ അങ്ങനെ നടന്നാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അബി, എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ പോണതെന്ന്. കിളവൻ അവിടെ ഉണ്ടോ എന്നും വേണു ചോദിച്ചു. അങ്ങേർക്കിപ്പോൾ പ്രായത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉള്ളത് കൊണ്ടേ എപ്പോഴും അവിടെ തന്നെയാണ്, എങ്ങും പോക്കൊന്നുമില്ല. പിന്നെ ഇതുവരെ ലാളിച്ചുകൊണ്ടിരുന്ന മൂത്ത കൊച്ചുമോനെ ഇപ്പോൾ തള്ളി പറഞ്ഞല്ലോ, അതുകൊണ്ട് ആദർശ നയനിയൊന്നും അവിടെ ഇല്ല. അത് അനാമികയ്ക്ക് എന്തായാലും ഗുണം ചെയ്യുമെന്നും ഈ അബി പറഞ്ഞു കൊടുക്കുക. അവിടെ പോയിട്ടൊന്നും നടന്നില്ലെങ്കിലേ നീ എന്നെ സഹായിക്കണേ അബി. അന്നേരം അങ്കിളെ ഞാൻ അങ്ങോട്ടൊന്ന് കയറുന്നതല്ലേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് പെട്ടെന്ന് റെക്കമെൻഡേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമാകുമെന്ന് അഭി പറയുക. പിന്നെ ഞാൻ അവിടെ ഒന്ന് ഉറക്കട്ടെ, എന്നിട്ട് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അബി ഇവർ ഒഴിവാക്കുക. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയി ചെയ്തു നോക്കാൻ പറഞ്ഞു. ശരിയുടെ അബി, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം, അതുപോലെ കടം കയറി മുടിഞ്ഞു നിൽക്കുകടാ, വാ മോളെ പോകാം എന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടി അവിടെ നിന്ന് അങ്ങ് പോണു. ഇവർ രണ്ടുപേരും കൂടെ പോയപ്പോഴത്തേക്കും തൽക്കാലം തലേ നൂരി വിട്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും നമ്മുടെ അബി അങ്ങ് നിൽക്കുക. അവിടെ അങ്ങ് ചെല്ലെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവർ രണ്ടുപേരും അനന്തപുരിയിൽ ചെന്നു. ജലജ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പോഴത്തേക്കും ജലജ അബി വിളിച്ചായിരുന്നു, എന്തിനാണ് കുഴപ്പമുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയത്? ഇപ്പം നിൻ്റെ ഭർത്താവേ മൂർത്തി ജ്വല്ലറിയുടെ MD ആണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുക. പിന്നെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവാണെന്നൊക്കെ പറയാൻ പറ്റുമോ? മുൻ ഭർത്താവാണെന്നേ നിനക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഭർത്താവാണല്ലോ ജലജേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഈ വേണു പറഞ്ഞു. ഇറങ്ങി വരുന്നു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി. അപ്പോൾ ദേവയാനി അങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പ്ലേറ്റ് തിരിച്ചു ജലജ. ഇവിടെ നിന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ മോളെയും കൂട്ടി അച്ഛൻ എത്തിയതെന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഏട്ടത്തി നോക്കി 2 എണ്ണം കൂടെ കയറി വന്നേക്കാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യമെന്ന് ദേവയാനി ചോദിച്ചു. അന്നേരം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, ഗതികേട് കൊണ്ട് വന്നതാണെന്ന് വേണു പറഞ്ഞു. ഗതികേടുള്ളവരൊക്കെ വരേണ്ട വീടല്ല ഇതെന്ന് ദേവയാനി അന്നേരം പറയുക. അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഇവളും അനിയുമായിട്ടുള്ള കേസ് കോടതിയിൽ നടക്കുക. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും ഈ വീടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഡിവോഴ്സ് വേണ്ട വല്യമ്മേ എന്ന് അനാമിക. പക്ഷെ ഞങ്ങൾക്ക് വേണമെന്ന് ദേവയാനി. ജലജ ഇങ്ങനെ മുറുകുന്ന നോക്കി നിൽക്കുവാണ്. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. നീ എന്തൊക്കെ കള്ളത്തരങ്ങളാടി കോടതിയിൽ പറഞ്ഞതെന്ന് ദേവയാനി ചോദിച്ചു. ഞങ്ങളെയൊക്കെ നീ കോടതിയിൽ കയറ്റിയില്ലേന്ന് ചോദിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? മിണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പോൾ ഇവൾക്ക് വട്ടുണ്ടെന്ന് മനിമോൻ്റെ വക്കീൽ കോടതിയിൽ പ്രൂവ് ചെയ്തതല്ലേ ചേച്ചിയെന്ന് വേണു ചോദിക്കുമ്പോൾ എനിക്ക് വല്ല റെസ്പെക്റ്റ് എന്ന് ചേച്ചിയെന്നൊന്നും വിളിക്കേണ്ട, എന്ത് ചെയ്താലും ശരി ഇനി ഈ വീടിൻ്റെ വാതിൽ ഇവൾക്കായി തുറക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ എവിടെയെന്ന് ചോദിച്ച് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ സംസാരം രണ്ടും കൂടി വന്നതാണ് ഇവിടെയുള്ളവരുടെ കാല് പിടിക്കാമെന്ന് ദേവയാനി പറയുമ്പോൾ നിനക്കും നിൻ്റെ മോൾക്കും എന്താടാ ഇവിടെ കാര്യം എന്ന് മുത്തശ്ശൻ ചോദിച്ചേ. സാറേ ഒരു ഗതിയും പരഗതിയും ഇല്ല സാറേ, ഞങ്ങൾക്ക് ഇനി ബന്ധമൊന്നും പിരിയണ്ട എന്ന് ഈ വേണു പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുക, കാലി കയറി. നീ ഒരു അച്ഛനാണോടാ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. നിന്റെ മോളുടെ ചരിത്രം കോടതിയിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ അറിഞ്ഞതെന്നൊക്കെ മുത്തശ്ശി പറയാം. ഇവളെ പോലെ ഒരുത്തിയെ ഇനിയും ഈ കുടുംബത്തിൻ്റെ മരുമകളാക്കണോ, ഇവളെ അകത്തേക്ക് ആനയിക്കണോ എന്നും മുത്തശ്ശി ചോദിക്കുമ്പോൾ ഓന്നും പറഞ്ഞ് അനാമിക ഇങ്ങനെ നിൽക്കുക സങ്കടപ്പെട്ട്. എൻ്റെ പൊന്ന സാറേ, ഇവൾ കഴിഞ്ഞ 1 മാസമായിട്ട് വ്രതത്തിലാണെന്ന് വേണു പറയണു. സാറിൻ്റെയും അനിയുടെയൊക്കെ മനസ്സ് മാറി ഇവളെ തിരിച്ചു വിളിക്കണേ എന്നാണ് ഇവൾ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വേണു കിട്ടിയ സ്ഥലത്ത് തട്ടി വിടുന്നു. ഇവളെ കണ്ടിട്ട് വ്രതമെടുത്ത ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. 3 നേരത്തിന് പകരം ഇപ്പം 5 നേരം ആയിരിക്കും ഇവളുടെ ഭക്ഷണം, അതായിരിക്കും ഇവളുടെ വ്രതം. മര്യാദയ്ക്ക് ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു മുത്തശ്ശനെ. ഇനി ഈ വീടിൻ്റെ പടി കയറിയാലേ 2 എണ്ണം അഴിയെണ്ണേണ്ടി വരുമെന്ന് മുത്തശ്ശൻ താക്കീതോടുകൂടി പറയുന്നു. അന്നത്തെ ആ കേസോടെ ഇവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറുത്തു മാറ്റിയതാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയില്ല മുത്തശ്ശ, ഒരു മാർഗ്ഗമില്ല മുത്തശ്ശ. ഇനി മറ്റൊരു കല്യാണം കഴിക്കണമെങ്കിലും ഇഷ്ടം പോലെ കാശ് വേണമെന്നൊക്കെ അനാമിക പറയുന്നു. എന്ന് വെച്ചാൽ 2ാം കെട്ടല്ലേ, അതുകൊണ്ട് ജീവിക്കാൻ എന്തെങ്കിലും തന്നെങ്കിൽ വലിയ ഉപകാരം ആയേനെ എന്നൊക്കെ പറയുമ്പം അതെ അതെ എന്നും പറഞ്ഞ് വേണം. അതൊക്കെ കോടതി പറയട്ടെ എന്ത് തരണമെന്ന് അപ്പം നോക്കാവെന്ന് പറഞ്ഞു മുത്തശ്ശൻ. കോടതി പറഞ്ഞില്ലെങ്കിലും മനസാക്ഷി എന്നുണ്ടല്ലോ സാറേ എന്ന് വേണു.
ആർക്കാടാ മനസാക്ഷി ഉള്ളത്? ഞങ്ങൾക്കൊക്കെ എന്തായാലും അതുണ്ട്. അത് അയലത്തു കൂടി പോലും പോകാത്തവൻ മനസാക്ഷിയെപ്പറ്റി എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചേക്കരുതെന്ന് പറഞ്ഞു. 5 പൈസ ഇവൾക്കോ നിനക്കോ ഞങ്ങൾ തരില്ല എന്നും, പിന്നെ കോടതി പറഞ്ഞാൽ പറയുന്ന തുക തരുമെന്നും, കോടതി തരണ്ട എന്ന് പറഞ്ഞാൽ അതും ഉണ്ടാവില്ല എന്നും മുത്തശ്ശൻ പറയുക. അത് കേട്ടപ്പോൾ സാറേ, ഇവൾ കല്യാണത്തിന് മുൻപ് തന്നെ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാനുള്ള സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞു വേണു. അങ്ങനെയെങ്കിലേ നീ അധ്വാനിച്ച് നിന്റെ മോളെ കെട്ടിച്ചു വിടണം, നിന്റെ കുടുംബം നീ പോറ്റണം, അല്ലാതെ ഞങ്ങളെയൊക്കെ അപമാനിച്ചിട്ടും കോടതി കയറ്റിയിട്ടും ഇവിടെ വന്ന് നിന്ന് കൈനീട്ടുകയല്ല വേണ്ടതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആരും ഇട്ടുകൊടുക്കുന്നില്ലേ? അതുമല്ലെങ്കിലേ ഏതെങ്കിലും അമ്പലനടയിൽ നീയൊക്കെ പോയിരിക്കുക, ഇവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട്. ആൾക്കാരെ പറ്റിക്കാനേ നന്നായിട്ട് അറിയാമല്ലോ. ദേവയാനി പറയുമ്പം അച്ഛാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അനാമിക. എന്തായാലും വന്നതല്ലേ സാറേ, വഴിച്ചെലവിന് എന്തെങ്കിലും തന്നൂടെ എന്ന് വേണു ചോദിക്കുമ്പോഴത്തേക്കും തരാവടാന്ന് പറഞ്ഞ് ചെന്ന് വേണുവിൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം കൂടി അങ്ങ് കൊടുത്തു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ. ഇറങ്ങി പോടാ ഇവിടുന്നെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുമ്പോഴത്തേക്ക് വാ മോളെ എന്നും പറഞ്ഞ് ജീവനും കൊണ്ട് അച്ഛനും മോളും കൂടി ഇറങ്ങി ഓടി അനന്തപുരിയിൽ നിന്ന്. പോയ പോക്ക് തിരിഞ്ഞു നിന്നിട്ട്, അതെ ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ് മൂർത്തി ജ്വല്ലറി താഴോട്ട് പോകുന്നത്, മൂക്ക് കുത്തുന്നതെന്നൊക്കെ പറഞ്ഞ് വേണു പറയുക. നോക്കിക്കോ, ഈ വിഷുവിനൊക്കെ മൂർത്തി ജ്വല്ലറി തുറന്ന് വെച്ചിട്ട് അവിടുത്തെ സെയിൽസ്മാൻമാർ ഈച്ച അടിക്കുന്നത് കാണാമെന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് കാണിക്കുന്നു. ഒരു സെയിലും നടക്കില്ല എന്ന് പറയുമ്പം അത് ഞങ്ങളങ്ങ് സഹിച്ചു, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു മുത്തശ്ശൻ. മൂർത്തി ജ്വല്ലറിയും പൊട്ടും, ഈ വീടും നശിക്കുമെന്ന് അനാമികയും പറയുന്നു. ഇതൊക്കെ കേട്ട് ജലജയ്ക്ക് സന്തോഷം കേട്ടോ. ബിസിനസ് പൊളിഞ്ഞപ്പോൾ സ്വന്തം കൊച്ചുമോനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആൾക്ക് പിന്നെ ബാക്കിയുള്ളവരോട് കരുണ കാണുമോ എന്ന് വേണു പറയുമ്പോൾ കരുണ ഇല്ലടാ, അതറിയാമെങ്കിൽ പിന്നെ നീ ഇതിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു മുത്തച്ഛൻ. അത് എനിക്കും എൻ്റെ മോൾക്കും പറ്റിയൊരു അബദ്ധം എന്നും പറഞ്ഞ് വേണു നിൽക്കുമ്പോഴത്തേക്കും മുത്തച്ഛനെങ്ങും വന്നില്ലേ. നേരത്തേക്കും വാ മോളെ നമുക്ക് പോകാം വാച്ചാന്ന് പറഞ്ഞു രണ്ടും കൂടെ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. രണ്ടെണ്ണങ്ങളും കൂടെ പോയി കഴിഞ്ഞപ്പോൾ എന്നാലും ഇങ്ങോട്ടേക്ക് വരാനേ അവളും അവനും ധൈര്യം കാണിച്ചല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് തന്നെ ഞാനും ആലോചിക്കുന്നതെന്ന് ജലജ. അപ്പം നീ കൂടുതൽ ആലോചിക്കേണ്ട, ചിലപ്പം നീ നിൻ്റെ മോനും കൂടി ആയിരിക്കും അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ദേവയാനി പറഞ്ഞപ്പം എന്തൊക്കെയാട്ടത്തി പറയുന്നത്, ഞാൻ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു ജലജ. നീ പറയും, അതുകൊണ്ടാണ് ദേവയാനി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശൻ ജലജയോട് പറയണേ. ഈ വീട്ടിൽ പൊട്ടലും ചീറ്റലും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും രണ്ടെണ്ണങ്ങളും കൂടെ തള്ളിക്കയറി വന്നത്. ഇനി അവളോ അവൻ ഈ വീടിൻ്റെ പടി കയറല, അപ്പോൾ അവൻ അറിയും അനന്തമൂർത്തിയുടെ പ്രതാപം നശിച്ചിട്ടില്ല എന്നുള്ളതെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ജലജ മോനെ ഫോൺ വിളിക്കുക. അപ്പോൾ നീ എന്തിനാടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനാ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയുമ്പം എടാ മഹാഭാബി എന്ന് ജലജ. അവരവിടെ വന്നാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് അഭി ജലജയോട് പറയണം. പിന്നെ പോയിട്ട് വരട്ടെ എന്നങ്ങ് കരുതി. എടാ അവർക്ക് ബുദ്ധിയില്ലടാ, അതുകൊണ്ടാണ് നിൻ്റെ വാക്കും കേട്ട് അവർ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നത്. അല്ല ഇനി എന്തെങ്കിലും നക്കാപ്പിച്ച മുത്തച്ഛൻ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിലേ അതിൽ നിന്നൊരു വിഹിതം വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറയുമ്പം വിഹിതമോ? എടാ വേണു മോളും കൂടെ തരാനോ? നിനക്ക് എന്താടാ? അമ്മ പറഞ്ഞതുപോലെ ചോദിക്കാവുന്നേ ഉള്ളൂ, തരത്തൊന്നുമില്ലെന്ന് എനിക്കറിയാമേ. എന്തായാലും ഇപ്പോൾ അവൾക്ക് കിട്ടിയ വിഹിതമേ നീ വാങ്ങിക്കാൻ നിൽക്കണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാലേ അവർ മുതലും പലിശയും കൂടെ ചേർത്ത് തരുമെന്ന് പറഞ്ഞു. അതമ്മ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത കോള് വരുന്ന അഭിക്കാം. വിളിക്കുന്നുണ്ട് അമ്മ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ വേണ്ട അമ്മ വെക്കണ്ട, അമ്മ കുറച്ച് നേരം കൂടെ സംസാരിച്ചോ, എന്നാലും നീ അവരെ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പം ഞാൻ ചതിച്ചതൊന്നും അല്ലല്ലോ, ഒരു നല്ല കാര്യം ചെയ്തല്ലേ അമ്മേ, അത് വർക്കൗട്ടായില്ല, ആരുടെ കയ്യിലെ കുഴപ്പമാണ്, എന്നാൽ ശരിയേ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ അഭി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്, ഭയങ്കര ചിരി അഭിക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം നന്ദുവും ആദർശവും കൂടെ സംസാരിക്കാം. അങ്ങനെ ഡേവിഡ് കുറച്ച് ആഭരണങ്ങളൊക്കെ അന്ന് എന്നെ കാണിച്ചിരുന്നെന്നും അതും ഇതും ഒരേ ക്വാളിറ്റി ആണെന്ന് ഞാൻ അനിയോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ജ്വല്ലറിയിലെ ഗോഡ് സ്മിത്തിനെ ഇങ്ങോട്ട് വിടാൻ പറയും, അവൻ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയട്ടെ എന്നൊക്കെ പറയുമ്പം ഇതിപ്പോൾ പറയാനൊന്നുമില്ല ആദർശേട്ടാ, AN ജ്വല്ലറിയിൽ നിന്ന് പുറത്തു പോകുന്നതിൽ മുക്കാലും കള്ളക്കടത്ത് സ്വർണ്ണമാണെന്നുള്ള കാര്യം നന്ദു ആദർശിനോട് പറയുവാണ്. പക്ഷേ അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ഡ്രൈവറെ കിട്ടണമെന്ന കാര്യം പറഞ്ഞപ്പം ആ ഡ്രൈവറെ കിട്ടിയാലും അയാൾ നേരത്തെ ഇടനിലക്കാരൻ പറഞ്ഞത് പറയുള്ളൂ. അപ്പോൾ കപ്പൽ മാർഗം വന്ന സ്വർണം, അതിനപ്പുറം അയാൾക്ക് എന്തറിയാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. കള്ളക്കടത്ത് സ്വർണം വരുമ്പോൾ അത് കൃത്യസ്ഥലത്ത് എത്തിക്കുക മാത്രമാണ് അയാളുടെ ഡ്യൂട്ടി, അതിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പം എന്നാലും അയാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിക്ക് അയാൾ ഏർപ്പാടാക്കിയത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നിങ്ങനെ നന്ദു ആദർശിനോട് പറയാം. പിന്നെ അയാളെ കസ്റ്റഡിയിലും നമുക്ക് എടുക്കാമല്ലോ ആദർശേട്ടാ. നന്ദു എന്തായാലും ഞാനും നീയൊക്കെ വളരെയേറെ സൂക്ഷിക്കണമെന്ന് ആദർശ് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കള്ളക്കടത്ത് സ്വർണ്ണം നീ പിടിച്ചതോടെ നീ നമ്മുടെ എതിരാളികളുടെ നോട്ടപ്പുള്ളിയായി കാണുമെന്ന് ആദർശ് പറയുമ്പം ഞാൻ മാത്രം തന്നെയല്ല, ആദർശേട്ടൻ മൂർത്തി ജ്വല്ലറിയുടെ
MD സ്ഥാനം രാജിവെച്ചതും വീട് വിട്ട് ഇറങ്ങിയതൊക്കെ ഇപ്പം അനന്തപുരം തറവാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇപ്പം ആദർശേട്ടനും അവർക്ക് പിന്നാലെയാണെന്ന് അറിഞ്ഞാൽ എന്നെക്കാളും ഭീഷണി പിന്നെ ആദർശേട്ടനായിരിക്കും എന്ന കാര്യം നന്ദു പറയുമ്പം അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കെയർഫുള്ളായിട്ടാണ് നടക്കുന്നതെന്ന് ആദർശ് പറയാം. പക്ഷേ അവരൊന്നും മുന്നിൽ കൂടെ വരുന്ന ശത്രുക്കളല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നിലൂടെയല്ലേ അവരെല്ലാവരും വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഞാൻ അവനെ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടവൻ പിന്നെ മൊബൈൽ ഓൺ ആക്കിയിട്ടേ ഇല്ലയെന്നും പറഞ്ഞു. സാധാരണ ഈ കള്ളക്കടത്തുകാരുടെ രഹസ്യങ്ങൾ ആരെങ്കിലും വഴിയൊക്കെ ചോരാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ അതുമായി ബന്ധപ്പെട്ടവരെ ജീവിക്കാൻ പോലും അനുവദിക്കാറില്ല എന്ന് പറഞ്ഞു ആദർശ്. അതുകൊണ്ട് ആ ഡ്രൈവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സങ്കീർണമാണ് കാര്യങ്ങൾ. AM ജ്വല്ലറിയുടെ പിറകിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വൻ തോക്കുകളാണ്. അവർക്ക് ഇവിടെ മാത്രമല്ല വിദേശത്ത് നല്ല വേരുകളൊക്കെ ഉണ്ട്. അതെല്ലാം തപ്പിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മൂർത്തി ജ്വല്ലറിയുടെ പതനത്തിന് തന്നെ കാരണമാകുമെന്ന കാര്യങ്ങളും ആദർശ് പറയണു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ നന്ദു എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദു ഇതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡേവിഡും അതുപോലെ ഈ പറയുന്ന നമ്മുടെ നാഗേന്ദ്രനും കൂടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഈ സ്വർണം പോലീസ് പിടിച്ചതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആരാണ് എങ്ങനെയാണ് ഒറ്റയതൊന്നും ഒരു പിടിയില്ലെന്ന് ഡേവിഡ് പറയുമ്പോൾ നാഗേന്ദ്രന് ഭയങ്കര കലിപ്പം. അവന്തിക്ക് അതിനേക്കാളും വലിയ ദേഷ്യം. ഇപ്പോൾ ആ ഡ്രൈവർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ, ഉണ്ടെന്ന് പറഞ്ഞു ഡേവിഡെ. പക്ഷെ അവൻ്റെ നാവിൽ നിന്നത് പുറത്തു പോയാലേ നമുക്കത് ദോഷം ചെയ്യുമെന്ന് നാഗേന്ദ്രൻ പറയാം. തെളിവുകൾ അപ്പോൾ നശിപ്പിച്ചേ പറ്റുമെന്ന് പറയുമ്പം ഒന്നാമത് കള്ളക്കേസ് സ്വർണം പിടിച്ചിരിക്കുന്നത് നന്ദുവാ. അവളാണെങ്കിലോ എൻ്റെ ഏട്ടൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ശത്രുവാണെന്നും ഈ അവന്തിക പറയുവാണ്. അപ്പോൾ ബ്രസീലിൽ നിന്ന് കപ്പൽ മാർഗം വന്ന ഒരു സ്വർണമാണതെന്നും ഇത്രയും ദൂരം താണ്ടി വന്ന ആ സ്വർണം എങ്ങനെ കേരള പോലീസിൻ്റെ കണ്ണിൽപ്പെട്ടതെന്ന് എനിക്ക് അറിയില്ല എന്നും ഡേവിഡ് പറയുമ്പോഴേക്കും ഈ നാഗേന്ദ്രൻ അതിൽ നിന്ന് താൻ ഒരു കാര്യം ഊഹിച്ചോ, നമ്മുടെ പിന്നാലെ പോലീസ് ഉണ്ട് എന്ന് ഇയാൾ പറയുവാണ് ഈ നാഗേന്ദ്രൻ. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ കടന്നുകൂടിയവരെ പോലും നമ്മൾ സംശയിക്കണമെന്ന കാര്യവും പറയാം. മൂർത്തി അത്ര നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞു. ഗൾഫിൽ വെച്ച് അയാളുടെ കൊച്ചുമോനെ നമ്മൾ ജയിലിലാക്കാൻ പോയപ്പോൾ അവിടെ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ആദർശേട്ടൻ പുറത്തു പോയതിന് ശേഷം തളർന്ന മട്ടാണ് മുത്തശ്ശൻ എന്ന് അവന്തിക നാഗേന്ദ്രനോട് പറയുമ്പം അയാളെ മോൾക്ക് അറിയില്ല മോളെ, അങ്ങനെ തളർച്ച ബാധിക്കുന്ന മനസ്സൊന്നും അല്ല അയാളുടേതെന്ന് നാഗേന്ദ്രൻ പറയും. മൂർത്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തെക്കാളും അയാൾ താലോലിക്കുന്നത് അയാളുടെ ബിസിനസ്സിനെയാണെന്നും പറഞ്ഞു. അയാളുടെ കണ്ണടയുന്നതിന് മുൻപ് മൂർത്തി ജ്വല്ലറി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അയാൾ ആഗ്രഹിക്കും മോളെ. ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ അച്ഛാ എന്ന് അവന്തിക ചോദിക്കുമ്പം മോളെ ഈ കള്ളക്കടത്ത് സ്വർണവുമായി നമുക്ക് പിടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഡേവിഡ് പറയാം. പിന്നെ ഒന്നാമത് പലതരത്തിലുള്ള സ്കീമുകളും നമ്മൾ തുടങ്ങിയിട്ടില്ലേ എന്ന് ഡേവിഡ് ചോദിക്കുന്നു. ഇങ്ങനെ സ്വർണം വരുന്നത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് തന്നെ. സ്വർണ്ണ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം അതൊരു പ്രധാന ഘടകമാണെന്ന് പറയുമ്പം ഡേവിഡ് തന്നെ വിശ്വസിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് നാഗേന്ദ്രൻ അന്നേരം പറഞ്ഞു. നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മാത്രമേ എനിക്ക് പ്രതിയായി കാണാൻ പറ്റൂ എന്നും ഇയാൾ പറയുവാണ്. അത് ഒഴിവാക്കാനുള്ള പരിഹാരം അത് എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റുമെന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുക ഡേവിഡ്. ഇപ്പം തന്നെ ഡ്രൈവർക്ക് വേണ്ടി പോലീസ് എല്ലായിടത്തും വല വിരിച്ചിട്ടുണ്ടാകുമെന്നും നാഗേന്ദ്രൻ പറയണു. പിന്നെ അവനെ ആണെങ്കിലേ ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നും മാറ്റാനും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പം അവനെ നമുക്ക് മാറ്റാം സാറേ, സുരക്ഷിതമായ സ്ഥലത്തേക്ക് തന്നെ മാറ്റാമെന്ന് ഡേവിഡ് നാഗേന്ദ്രനോട് പറയണം. അങ്ങനെ അവനെ തീർക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ നാഗേന്ദ്രനും ഡേവിഡും കൂടി ഈ ഡ്രൈവറെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അയാളാണെങ്കിൽ അവിടെ അകത്ത് ഒരു മുറിയിൽ ഇരിപ്പുണ്ടേ. അപ്പോൾ ഇവർ ചെന്ന് കഴിഞ്ഞപ്പം സതീഷേ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ സാർ എന്ന് പറഞ്ഞു. എന്നെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നാഗേന്ദ്രൻ പറയാം. ഡേവിഡിനെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നത് ഞാനാണ്. ഇയാൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും സാധാരണ ഇയാൾ അത് കൃത്യമായി ചെയ്യാറാണ് പതിവെന്ന കാര്യമൊക്കെ പറയുക. പിന്നെ ഇവിടെ മാത്രം എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം അതുതന്നെ സാർ എനിക്കും മനസ്സിലാകാത്തതെന്ന് ആ പുള്ളിയും പറഞ്ഞേ. ഞാൻ തിരക്ക് കുറഞ്ഞ ഇടവഴികളിലൂടെയാണ് വന്നതെന്നും പറയുമ്പം അവിടെയാണ് നിനക്ക് തെറ്റിയതെന്ന് പറഞ്ഞു. കള്ളക്കടത്ത് സ്വർണവുമായി തിരക്കേറിയ റോഡിലൂടെ വരുന്നതാണ് ശരിക്കും സേഫ് എന്ന കാര്യം ഈ നാഗേന്ദ്രൻ പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും അതിനെ ശ്രദ്ധിക്കില്ല എന്നും പറഞ്ഞു. പിന്നെ ഇതിവിടെ പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല, പോവാനുള്ളത് പോയല്ലോ. നേരത്തെ കിട്ടിയ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് നിന്നെ ഫോളോ ചെയ്തതെന്നുള്ള കാര്യവും പറയാം. ഏതായാലും ആ സമയത്ത് നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് പറയുമ്പം
ഞാൻ അവിടുന്ന് ഓടിയും ഒരു വീടിൻ്റെ മതിൽ ചാടി. പിന്നെ അവിടുത്തെ കാർ ഷെഡിൽ ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് അവിടെ പട്ടിയില്ലായിരുന്നു എന്നും ഇയാൾ പറയാം. ഒരു വല്യപ്പനും വല്യമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണെങ്കിൽ കാഴ്ചയും കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ പോലീസ് വന്നു പോയതാ, പക്ഷെ എന്നെ ആരും കണ്ടില്ല എന്നൊക്കെ ഇയാൾ പറയുമ്പം ഡേവിഡ് നാഗേന്ദ്രനെ നോക്കാം. ഇനി ആരും കാണാതെ കുറച്ചു കാലം അങ്ങ് പോട്ടെ എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പറ്റിയ പിഴവല്ല സാറേ എന്നീ ഡ്രൈവർ പറയുവാണ്. എൻ്റെ അടുത്ത് സ്വർണം വരുന്നത് മുന്നേ ആരോ ഒറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറയപ്പോഴും ഞാൻ തലയാട്ടോ. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് പറയുമ്പം ഞങ്ങൾക്കും ഇതത്ര പരിചയമുള്ള സംഭവമൊന്നും അല്ല എന്ന് ഡേവിഡ്. എന്തായാലും നീ ഇവിടെ ഇരിക്കുന്ന അത്ര സേഫ് അല്ല എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞാൽ മതി സാറേ, രാത്രി തന്നെ സ്ഥലം മാറുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം രാത്രി നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനേ ആള് വരും എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ കായൽക്കരയിൽ ഒരു ചെറിയ വീടുണ്ടെന്നും അവിടെ താമസിക്കാം നിനക്കിനി. എന്തെങ്കിലും അപകടം വന്നാലേ നിനക്ക് നീന്താൻ അറിയാമല്ലോ. അറിയാമെന്ന് പറഞ്ഞു. എങ്കിൽ കായലിലേക്ക് ചാടിയാൽ മതിയെന്നും ഈ നാഗേന്ദ്രൻ പറയുവാണ്. കുറച്ച് ദൂരം നീന്തുമ്പോഴേ വള്ളക്കാർ വരും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനെന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. എന്നാൽ പോയിട്ട് വരടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കൈയും കാലും ഒക്കെ കാണിച്ച് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് പോണത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു സ്ഥലത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. അവിടത്തേക്ക് നന്ദുവും ആൾക്കാരും വരുന്നു. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ കിടപ്പുണ്ട്. നന്ദുവും പോലീസുകാരും വന്ന് നോക്കിയപ്പോൾ ഇന്നലെ സ്വർണം കൊണ്ട് പോയവൻ ദേ കിടക്കുന്നു അവിടെ മരിച്ച്. അപ്പോൾ അവൻ അവിടെ മരിച്ച് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് നന്ദു ഒക്കെ തൊപ്പിയൊക്കെ എടുത്തു. അതിനുശേഷം ബോഡി ഇങ്ങനെ നോക്കുവാണ്. മൊത്തത്തിൽ നോക്കിയപ്പോൾ നന്ദുവിന് മനസ്സിലായി ഇത് അവനാണ് എന്നുള്ളത്. അപ്പോൾ അവനെ തീർത്തു എന്നുള്ള കാര്യവും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ നയനയും ആദർശം കൂടെ വെയിറ്റ് ചെയ്യാം നന്ദു വിളിച്ചത് അനുസരിച്ച്. അപ്പം നന്ദു അവളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെന്ന് ചോദിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു ആദർശേട്ടാ, ആ വാർത്ത അറിഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ന് നന്ദു പറയുവാണേ. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കുക. അപ്പോൾ അവനെ തീർത്തു. പിന്നെ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും ആദർശേട്ടൻ പറഞ്ഞതുപോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇതിൻ്റെ പിന്നിലെ പ്രതികളെന്നും മനസാക്ഷി ഇല്ലാത്തവരാണെന്നും നന്ദു പറയുവാണ്. സ്വന്തം രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു. അപ്പം നയനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. ആ ഡ്രൈവറുടെ മരണത്തോടെ ഒരു വലിയ തെളിവ് നശിപ്പിക്കാനേ നമ്മുടെ എതിരാളികൾക്ക് സാധിച്ചു എന്ന് വേണം പറയാനെന്ന കാര്യമൊക്കെ പറയുവാണ്. ആ ഡ്രൈവർ ഡേവിഡിൻ്റെയോ മറ്റോ പേര് പറഞ്ഞിരുന്നെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം എന്നാണ് ഞാൻ കരുതിയതെന്നും നന്ദു ആദർശനോട് പറയുക. അതൊരു പക്ഷേ അയാൾ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഏതോ രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുപോയിട്ട് അയാളെ കൊന്നു പുഴയിൽ തള്ളിയതെന്നുള്ള കാര്യവും പറയുക. അപ്പോൾ സൂക്ഷിക്കണം ആദർശേട്ടാ, അതുപോലെ തന്നെ മോളെ നീയും സൂക്ഷിക്കണമെന്ന കാര്യമൊക്കെ പറയുന്നു. ഈ ഡ്രൈവറുടെ മരണം മാത്രമല്ല ആദർശേട്ടനുണ്ടായ അനുഭവങ്ങളും ഒട്ടും ചെറുതല്ല എന്ന് നയന പറയുവാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം 100% ശരിയാണ്. നമ്മൾ അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പല മാർഗങ്ങളും തഴയുമ്പോൾ ആദർശേട്ടൻ്റെ നിഴലായിട്ട് ആരെങ്കിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ടായിരിക്കുമെന്നുള്ള കാര്യം പറയണു നന്ദു. അങ്ങനെ പേടിച്ച് പിന്തിരിയാനൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഓടുകയേയില്ല. കള്ളക്കടത്ത് സ്വർണത്തെപ്പറ്റി നന്ദു ചോർത്തിയത് കൊണ്ട് എന്നെക്കാളും ഭീഷണി ഇപ്പം നന്ദുവിനുണ്ടെന്ന കാര്യം ആദർശ് പറയുക എന്ന് വെച്ച് നന്ദു ഭയന്ന് പിന്മാറുമെന്ന് ചോദിച്ചു. ഈ സംഭവം ഉണ്ടായതോടെ എനിക്ക് ആവേശം കൂടുകയാണ് ചെയ്തതെന്ന് നന്ദു അന്നേരം പറഞ്ഞു. വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ബാക്കി അന്വേഷണം തുടരാമെന്ന് കരുതുകയാണെന്ന കാര്യവും പറഞ്ഞു. അനി അവിടെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. ടാറ്റാ.